ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആ 15 ലക്ഷം തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ ചേരുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതം. ലീഗ് വീടുണ്ടാക്കി തന്നിട്ട് നിങ്ങളതിൽ താമസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ആ പൈസ തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ അവർ ചേരുകയാണ് വേണ്ടത്. മിസ്റ്റർ ജലീൽ, കുറച്ചങ്ങ് നോക്കിയേ, കുറച്ചങ്ങ് പാറേ. അപ്പൊ അതാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ. മുസ്ലിം എന്ന പേര് ഉണ്ടായിട്ട് പോലും അതിനെ വർഗീയപരമായിട്ട് ഒരുപാട് അടിച്ചമർത്താൻ നോക്കിയിട്ടും ഇവിടെ ഇപ്പോഴും മുസ്ലിം ലീഗ് അഭിമാനത്തോടെ നിൽക്കുന്ന, മുസ്ലിം എന്ന പേരുണ്ടായിട്ടും വർഗീയമില്ലാതെ അഭിമാനത്തോടു കൂടി ഇന്ന് ഈ 51 വീട് നിർമ്മിച്ചു കൊടുക്കാൻ പോലും ഇന്ന് ലീഗ് അത് 10 വർഷമായി അധികാരം കൈയില്ലാഞ്ഞിട്ട് പോലും 51 വീട് എങ്ങനെ വെറും വീട് പണിത് കൊടുത്തല്ല, ഫർണീഷ് കംപ്ലീറ്റ്, അത് മാത്രമല്ല ഒരു മാസത്തേക്കുള്ള ഫുഡ് അടക്കം അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ലീഗ്. അതിൽ 51 ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്, 101 ടാർഗറ്റ്. ഇനി ബാക്കി 50 പിറകെ വരാനുണ്ട്. അത് ഓർക്കണം. ഇപ്പോൾ അവരുടെ കയ്യിൽ അധികാരമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല മുസ്ലിം ലീഗ്. അതാണ് ഈ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു പാർട്ടി കൂടിയാണ്. അതുകൊണ്ടാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ മുസ്ലിം ലീഗിനെ വ്യത്യസ്തമാക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമെന്ന് പറയുമ്പോൾ എല്ലാം ഇപ്പൊ ഇളകയാണ്. എല്ലാം മുസ്ലിമിന് നമുക്ക് അധികാരമോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അധികാരം കിട്ടാൻ ഒരാൾ മുസ്ലിമിൽ പേര് മുഖ്യമന്ത്രിയിലേക്ക് വരാൻ എത്ര പേര് ഇവിടെ അതിനടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. ഇപ്പൊ എത്ര ആൾക്ക് ഹാലിളകിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയോ? എത്ര പേര് ഇപ്പൊ ഞാൻ നോക്കി കമന്റ് മൊത്തം നോക്കി, ഒരു നെഗറ്റീവ് കമന്റ് പോലും അതിനില്ല, ഒരൊറ്റ നെഗറ്റീവ് പോലും. എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനും എല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യാണ്. 51 വീട് നിർമ്മിച്ചത് ഞാൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാവാൻ കൊതിച്ചു പോവുകയാണെന്ന ഒരുപാട് ആൾക്കാർ അത് സല്യൂട്ട് ചെയ്യുകയാണ്. ജാതി മത അന്യ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുത്ത് അവിടെ കേട്ടില്ല നിങ്ങൾ, ഞങ്ങളിത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതാണ് മുസ്ലിം ലീഗ്. അത് മുസ്ലിം ലീഗിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ 24 മണിക്കൂർ 40 വട്ടം പറയാൻ ഹിന്ദുവിനെ ഉണർത്തുക എന്ന്. ഹിന്ദുവിനെ വിഷച്ചീറ്റികളായി ഇത്രയും ആൾക്കാരൊന്നും ഹിന്ദുക്കളെ മൊത്തം പറയുന്നതല്ല. ഇതാ ഈ വിഷം ചീറ്റികളായ കുറച്ച് ആൾക്കാർ, ഇവർ എപ്പോഴും ഹിന്ദുണരുക പറഞ്ഞിട്ട് എന്ത് കുന്തമാണ് നിങ്ങൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ഈ വിഷം ചീറ്റിയല്ലാതെ കൊടുത്തത്? മുണ്ടക്കൈ ദുരന്തത്തിന് വേണ്ടി, വയനാട്ടിലെ ആ പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് കൊടുത്തത്? അത് പറയുന്നത് എല്ലാ ഹിന്ദുക്കളോട് ചോദിക്കില്ല. ഈ വിഷം ചീറ്റികളായ കുറച്ച് ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഹെളകയാണ്, ഇസ്ലാമിയാണ്, ജമാഅത്ത് ഇസ്ലാമാണ്, ടെററിസമാണെന്നൊക്കെ പറഞ്ഞ് അവിടെയൊന്നും മുസ്ലിം ലീഗ് ഇതുപോലെ അഭിമാനത്തോടെ നിലകൊള്ളാൻ കാരണം അതിന്റെ പിറകിൽ ശിഹാബ് തങ്ങൾ, അതെ ശിഹാബ് കൊടപ്പനക്കുന്നിൽ ആ ഒരു ബർക്കത്ത്, ശിഹാബ് തങ്ങളുടെ ബർക്കത്തുള്ളിടത്തോളം കാലം ഒരാൾക്കും, ലോകത്തെ ഒരു വർഗീയ പാർട്ടികൾക്കും ഒരാൾക്കും മുസ്ലിം ലീഗിനെ തകർക്കാൻ കഴിയില്ല. അതാണ് മുസ്ലിം ലീഗ്. ഓരോ മുസ്ലിം ലീഗിനും ഇന്ന് അഭിമാനത്തോടു കൂടെ പറയാം, അതെ ഞാനൊരു മുസ്ലിം ലീഗാണ്. കാരണം നമുക്ക് അധികാരം ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. അധികാരമല്ല ലീഗിനെ വളർത്തുന്നത്. അധികാരം ഇല്ലാത്തപ്പോഴാണ് ലീഗിനെ വളർച്ചയുള്ളത്. കഴിഞ്ഞ 10 വർഷം ലീഗ് അധികാരത്തിലില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷം ലീഗിന്റെ ഗ്രാഫ് പരിശോധിച്ച് നോക്കുക. അഭൂതപൂർവമായിട്ടുള്ള നേട്ടമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൈവന്നിട്ടുള്ളത്. അത് അധികാരത്തിന്റെ തണലിരുന്നുകൊണ്ടല്ല, അധികാരത്തിന്റെ അപ്പകഷ്ണം തിന്നുകൊണ്ടല്ല നമ്മൾ വളർന്നത്. അതൊരു ഉത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുത്തു. അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും.